നൈസായിട്ട് തണുക്കുന്നുണ്ട്. ഭയങ്കര കാമായിട്ടുള്ള ഒരു പ്ലേസാണ്. വെള്ളം എന്താ മെക്സിക്കോയിലിരിക്കും. அது കഴിഞ്ഞിട്ട് 3 വേണം 2 വേണം 1 വേണം 4 വേണം 3. ഷെഫ് റെഡ് ഹോട്ട് ഫസ്റ്റ് ഡേ കുക്കിംഗ് വിവാനും അച്ഛനും. എന്തായി? ശരിയായോ? ടോസ്റ്റായോ? ടൈം കഴിയുമ്പോൾ തനിയെ വരത്തില്ലേ? ഓക്കെ ഓക്കെ. ഓ, എല്ലാം പഠിച്ചു വെച്ചു. രാവിലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ആരംഭിക്കാം. താങ്ക് യു. സമയം ഇപ്പോൾ 7 മണിയാണ്, 7 PM. പക്ഷേ കണ്ടാൽ ഒരു 3:30 4 o'clock ആണെന്ന് തോന്നുന്നില്ലേ? ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെളിയിലോട്ട് പോകണമെന്ന്. എന്തൊക്കെ ഷോപ്പുള്ളത് അതൊക്കെ ഏട്ടൻ വന്നപ്പോഴും ഒരു തവണ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. ഞാനും പക്ഷേ ആദ്യമായിട്ടാണ് പോയി നോക്കാം. കൂടെ വഴികളൊക്കെ കാണിച്ചു. റെസിഡൻഷ്യൽ ഏരിയ ആണ്, നിറച്ച വീടാ. പക്ഷെ ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ. ഇവിടുത്തെ വീടുകളെല്ലാം നോക്കിയാൽ ഒരേപോലെ ഇരിക്കും. നമ്മുടെ നാട്ടിലാണ് അവരവർക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ച് കളർഫുള്ളാക്കുന്ന വീടല്ല. ഇവിടെ നോക്ക്, എല്ലായിടത്തും ഒരേ കളറ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സിമ്പിൾ ഇട്ടിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെ റെഡാണ്. അപ്പം നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഗ്രീൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യണം. അത് തന്നെ. ഇപ്പോൾ റോഡിൽ വണ്ടിയില്ല, വേണമെങ്കിൽ പോകാം, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് എവിടുന്നേലും വന്ന് വീണ്ടും റെഡാണ്. വെയിലുണ്ടെങ്കിൽ അത്രയ്ക്ക് ചൂട് തോന്നും. നല്ല കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റ്. ഇത് കണ്ടിട്ടൊരു പാർക്കാണെന്ന് തോന്നുന്നു ചേട്ടാ. പാർക്കിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. പോയി നോക്കണം. വേണ്ട, പിന്നെ നോക്കല്ലേ. ഇപ്പൊ സമ്മർ ടൈം ആയതുകൊണ്ട് എല്ലാവരും നല്ല ക്യാഷ്വലായിട്ട് ഇങ്ങനെ നടക്കുന്നു. വിന്റർ ആണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട് അപ്പൊ ഇതാണ് നമ്മുടെ നിയറസ്റ്റ് പാർക്ക്, നമ്മുടെ വീടിന്റെ അടുത്ത്. ഇപ്പൊ പോണോ? വേണ്ട, പിന്നെ പോവാം. പിന്നെ same thing but
ഡിഫറെൻറ്റ് കളറുള്ള ഒരു ബിൽഡിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഒരു റെഡ് കളറായിരുന്നു, അല്ല ചെങ്കൽ കളറായിരുന്നു. ഇപ്പോഴാണ് ഒരു വൈറ്റ് ഉള്ളത് കണ്ടത്. പുതിയതായിട്ട് കെട്ടിയതാന്ന് തോന്നുന്നു. എന്താ റെഡ് സിഗ്നൽ വന്ന എത്ര തിരക്കില്ലാത്ത റോഡ് അവർ സ്റ്റോപ്പ് ചെയ്ത് തന്നെ ആവും. റോക്കറ്റ് തന്നെ അല്ലേ? ഇവിടെ നമ്മൾ മാത്രം നടക്കുന്ന പോലെ തോന്നുന്നു. ഇവിടെ ആരുമേ ഇല്ലാത്ത പോലെ ഇരിക്കും. ഇന്ന് രണ്ടുപേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഈ പാട്ട് ഇവിടെ ചേരും. പക്ഷിക്ക് എന്ത് പറ്റി? എനർജിയാ. ലിഡിൽ പോ. ഡെസ്കോ പോണോ? എന്നാ ഡെസ്കോയിൽ പോ. മഞ്ഞപ്പോ നോക്ക്. ഇവിടെ പിന്നെ നമ്മൾ എത്ര ദൂരം നടന്നാലും നമുക്ക് അത്ര ക്ഷീണം അറിയത്തില്ല അല്ലേ? നാട്ടിലൊക്കെയാണ് ചൂട് കൊണ്ട് നടക്കുമ്പോ അയ്യോ വയ്യാതിരിക്കും. മരം നോക്ക്. ഇഡലി പോമാ അതോ ടെസ്കോയിൽ പോയി നോക്കാം? ശരി, ടെസ്കോയിൽ ആദ്യം പോവാ. ഹലോ. നമുക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു, പക്ഷെ നമ്മൾ അവിടുന്ന് ചുറ്റിയാണ് വന്നത്. നമുക്ക് വഴി അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ റൗണ്ട് അടിച്ചാണ് വന്നത്. ഗാർഡനിങ് പ്ലാന്റ്സ്. സമ്മർ കളക്ഷൻസ് അല്ല. ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ആണ്. ചീസി ഗാർലിക് സ്റ്റഫ്ഡ് മഷ്റൂം. വാഴപ്പൂ. ബെറി, മൽബറി അല്ലേ? വലിയ ബെറി. സമ്മർ കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഡ്രസ്സല്ല. വലിയ സൈസ് സ്ട്രോബെറി നോക്ക്. നമ്മുടെ അവിടെ ഇത് രണ്ടെണ്ണം കൂടുമ്പോഴാണ് ഒരെണ്ണം അല്ലേ? എടുക്കാം. ഇത് റാസ്ബെറി. ഓ അങ്ങനാ. ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറീസ് എല്ലാം ബെറി സെക്ഷനാണ്. ഇതെല്ലാം ഒറിജിനൽ ഫ്ലവർ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? വാവ്. എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. റോസ് നോക്ക്. ബ്രിഞ്ചോൾ നോക്ക്. എൻ്റെ പേരെന്ത് പേര്? വേറെന്തോ അല്ലേ എൻ്റെ പേര്? എഗ് പ്ലാന്റ്.
റെഡ് ഓണിയനും ഉണ്ടായിരുന്നല്ലേ. ബനാന സെക്ഷൻ. ഓ ഇവിടെ ഇതുണ്ട്. എത്ര കിലോ ആണെന്ന് നോക്കാം. 2 ആ. എല്ലാം റോബസ്റ്റ് തന്നെയാന്ന് തോന്നുന്നു അല്ലേ. ഇതിപ്പോ നമ്മുടെ വീട്ടിലിപ്പോണ്ടല്ലോ മറ്റേ വലുത് ചേപ്പങ്ങൾ. മുളക് നോക്ക. ടൊമാറ്റോ. എന്താ പല കളറിൽ ഓറഞ്ച് ആൻഡ് യെല്ലോ ആൻഡ് റെഡ്. എന്തൊരു കളർഫുൾ ആയിരിക്കും അറിയാം ഈ ഒരു ഏരിയ. സ്വന്തം തേങ്ങ ഇരിക്കുന്നു. 90 pence. ഇതല്ലേ കിവി. മാങ്ങ, മാംഗോ, പൈനാപ്പിൾ, വാട്ടർമെലൺ, അവക്കാഡോ. അല്ല അത് സ്പ്രിംഗ് ഓണിയൻ. മാറിപ്പോയേ. അതിന്റെ തണ്ടോട് കൂടി തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതിനൊക്കെ കാണാന്. ഒരു ക്യാപ്സിക്കം എടുത്തോളൂ. ചട്നി ഇറക്കി. ബട്ടർ, മീറ്റ്, ഫിഷ്, ഇതെല്ലാം ഓരോരോ സെക്ഷനുകളായിട്ട്. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പോർക്കുണ്ട്, എല്ലാം ഉണ്ട്. പോർക്ക് മേടിക്കാം. വേണ്ട. ടൈപ്പ് മീറ്റ്സ് ഉണ്ട്. അയ്യോ സാമി. പോർക്ക് മീൻസ് ചെയ്തത്, പ്രോൺസ്, കക്ക, ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇതുപോലെ ഒരു ബ്രെഡ് എടുക്കുക, അതിനകത്ത് ഇതുപോലത്തെ സ്ലൈസ് വെക്കുക, കഴിക്കുക. നമ്മളെ കൂട്ട് ദോശ, ഇഡലി, പുട്ട് ഇതൊന്നുമല്ല അവർ കഴിക്കും. പിസ്സ, ടൈഗർ ക്രസ്റ്റ് എല്ലാം ഇരിക്കുന്നു. ഇതെല്ലാം ഫ്രോസൺ ആണ്. എന്തൊക്കെ വെറൈറ്റി ഫുഡുണ്ട്. ഇതെല്ലാം ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണം. ക്യാരറ്റ്, ജോലി എളുപ്പമുണ്ട്. ക്രീം സെക്ഷൻ. ചീസ് കേക്ക്, ഐസ്ക്രീം, different varieties. ഓടി വരുന്നു. ഓടി വരുന്നില്ല. ഞങ്ങളുടെ വീടാണ് വേണ്ടിയാണ്. ആണ് മാഡം.
മാഗ്നിയം ആൽമണ്ട്. മാഗ്നിയം സ്ട്രോബെറി ഇവിടെ മാത്രം എന്തൊക്കെ വേണേ ഉണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ചലഞ്ച് എന്ത്? അച്ഛൻ ഏത് ലിപ് ബാം എടുക്കും? അതായിരിക്കും എടുക്കാൻ പോണത് അല്ലേ? അപ്പൊ നോക്കാം അച്ഛൻ വരട്ടെ. ഒന്നും പറയണ്ട. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ്. അത് ലിബമല്ല, വർഷയുടെ ചലഞ്ച്. വർഷി, നിന്റെ ഗസ് കറക്റ്റായി. ഓർഗാനിക്. ഇങ്ങോട്ടൊന്ന് മാറും. ഇപ്പൊ സമയം എന്തായെന്ന് പറ. 5:30. 5:30 8:30. പെട്രോൾ പമ്പിൽ അവർ തന്നെ നിന്ന് പെട്രോൾ അടിക്കണം അല്ലേ? ബസ് കേറിപ്പോടാ. മേളിലും തുറക്കണം. 9 മണിയായി. 9 മണി. 9 മണി. വെളിയിലോട്ട് നോക്ക് എങ്ങനെ ഇരിക്കുന്നു. കുറച്ചുകൂടെ പോയിരിക്കാം, അപ്പോഴത്തേന് കറക്റ്റ് ആയിരിക്കും. അതൊക്കെ എടുത്തു.
ഏ നീ ഉറങ്ങാൻ പോവാണോ? അപ്പൊ എങ്ങനെ കഴിക്കണേ? പെപ്പറോണി വേണ്ടേ? കൊച്ചു ചെസ് കളിയപ്പോഴത്തേന്